വെൽക്കം. റഹ്മാനാണ്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഇതിൽ നമ്മൾ ഓൾറെഡി ഗ്ലൈക്കോളിസിസ് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സോ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഗ്ലൈക്കോളിസിസിൽ നടക്കുന്ന ഒരു ഓൾട്ടർനേറ്റ് പാത്വേ ആണ്. ഓൾട്ടർനേറ്റ് പാത്വേ അതാണ് റാപ്പാപ്പോർട്ട്-ല്യൂബറിംഗ് സൈക്കിൾ. സോ നമ്മൾ ഈ വീഡിയോയിൽ റാപ്പാപ്പോർട്ട്-ല്യൂബറിംഗ് സൈക്കിളിനെ പറ്റിയാണ് പറയുക. ആൻഡ് ഇത് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത ഇവരാണ്, റാപ്പാപ്പോർട്ടും ല്യൂബറിംഗും ആണ്. ആൻഡ് ഇത് ഗ്ലൈക്കോളിസിസിലെ ഒരു ഓൾട്ടർനേറ്റ് പാത്വേ ആണെന്ന് വെച്ചാൽ ഗ്ലൈക്കോളിസിസ് നടക്കുന്നതിനിടയിൽ സൈഡിൽ കൂടി ഇത് നടന്നു പോയേക്കാം. ആൻഡ് ഇത് നടക്കുന്നത് മെച്യൂർ ആയിട്ടുള്ള RBCയിലാണ്, നമ്മുടെ ചുവന്ന രക്താണുക്കൾ എറിത്രോസൈറ്റ്സിലാണ് ഇത് നടക്കുക. ആൻഡ് എറിത്രോസൈറ്റ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടെ അനൈറോബിക് ഗ്ലൈക്കോളിസിസ് നടക്കാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ഗ്ലൈക്കോളിസിസിൽ എന്താ പറഞ്ഞത്? ഗ്ലൈക്കോളിസിസിൽ ആദ്യം ഗ്ലൂക്കോസ് വിൽ ബിക്കം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. ദെൻ ഇത് പല സ്റ്റെപ്പ്, ഇങ്ങനെ പല സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അത് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആകും എന്ന് നമ്മൾ പറഞ്ഞു. പറയുമ്പോഴത്തേക്കും ഇങ്ങനെ വരയ്ക്കാം, 3 കാർബണുള്ള സംഭവമാണ്. ഇത് തേർഡ് പൊസിഷനിലാണെങ്കിൽ ഇവിടെ ഒരു ഫോസ്ഫേറ്റ്. ആൻഡ് ദിസ് ഈസ് കൺവേർട്ടഡ് ഇൻടു എന്താകും? 1,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ് ആകും. 1,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഫോസ്ഫേറ്റ് 3-ലും ഇവിടെ 1-ലും. സോ 1,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറും. ആൻഡ് 7th സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞത്, 7ാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത് ഇത് ദിസ് 1,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഫോസ്ഫേറ്റ് ഇവിടെ ഗ്ലിസറേറ്റ്, 3 ഫോസ്ഫോഗ്ലിസറേറ്റ്. ഇതാണ് 7th സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇവിടെ ഈ മാറ്റിയ, ഈ ഒന്നിൽ നിന്ന് മാറ്റിയ ഫോസ്ഫേറ്റ് എടുത്തിട്ട് ADPക്ക് പിടിപ്പിക്കുമ്പോൾ അത് ATP ആയിട്ട് മാറുന്നു. സോ ഒരു ATP ഇവിടെ ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതൊരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ് എന്ന് നമ്മൾക്കറിയാം. സോ ഇവിടെ ATP കിട്ടുന്നുണ്ട്. എൻസൈം ഏതായിരുന്നു? ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ് ആണ്. ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ് ആയിരുന്നു എൻസൈം. ആൻഡ് ഇത് അവസാനം പൈറുവേറ്റ് ആകും. ദെൻ ഇറ്റ് ക്യാൻ ബിക്കം ലാക്ടേറ്റ് ഇൻ അനൈറോബിക് ഗ്ലൈക്കോളിസിസ് ഇൻ എറിത്രോസൈറ്റ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. പൈറുവേറ്റ് വരെയാണ് നമ്മുടെ ഗ്ലൈക്കോളിസിസ്. പക്ഷേ ഇൻ മെച്യൂർ എറിത്രോസൈറ്റ്സ് 1/4 ഓഫ് ഗ്ലൂക്കോസ്, ഒരു 25% ഗ്ലൂക്കോസും ഗ്ലൈക്കോളിസിന് ഒരു ഓൾട്ടർനേറ്റ് റൂട്ടിലൂടെ ആണ് ഗ്ലൈക്കോളിസിസ് നടത്തുക. ആൻഡ് ദിസ് പാത്വേ, ദിസ് ഓൾട്ടർനേറ്റ് പാത്വേ ആണ് നമ്മൾ റാപ്പാപ്പോർട്ട്-ല്യൂബറിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇൻ റാപ്പാപ്പോർട്ട്-ല്യൂബറിംഗ് സൈക്കിളിൽ ഇവിടെ ഈ 7th സ്റ്റെപ്പ് ഇല്ല, 7th സ്റ്റെപ്പ് നടക്കുന്നില്ല. 1,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ് നേരിട്ട് 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആവുന്നില്ല. അപ്പോൾ ATP ഉണ്ടാവുന്നില്ല. മൊത്തം അപ്പോൾ 2 ATP ആണ് നഷ്ടം, 2 ATPയും ഉണ്ടാകുന്നില്ല. സോ ഇതിന് പകരം എന്ത് സംഭവിക്കുന്നു? 1,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു 2,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ് ആവും. സോ 3 എന്ന് പറയുമ്പോൾ ഫോസ്ഫേറ്റ് ഇവിടെ ഉണ്ട്. 2ാമത്തെ പൊസിഷനിൽ ഇവിടെയാണ് ഫോസ്ഫേറ്റ്. ഇവിടത്തേക്ക് ഫോസ്ഫേറ്റ് ഒന്ന് മാറ്റി 2nd പൊസിഷനിലേക്ക് ഫോസ്ഫേറ്റ് മാറ്റുകയാണ്. ഫോസ്ഫേറ്റിന്റെ ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് ഇവിടെ നിന്ന് 2ലേക്ക് മാറ്റുന്നതാണ്. അപ്പൊ ചേഞ്ച് ചെയ്ത് കിട്ടുന്നതാണ് 2,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ് നമുക്ക് കിട്ടും. ആൻഡ് ഇവിടെ പ്രവർത്തിക്കുന്ന എൻസൈം അപ്പോൾ 2,3-ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ് അല്ല, നമ്മൾ അവിടെ മ്യൂട്ടേസ്, ഒരു മ്യൂട്ടേഷൻ വന്നു എന്ന് വിചാരിച്ചാൽ മതി. മ്യൂട്ടേസ് ആണ് ചെയ്യുക. ആൻഡ് 2,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ടായി. ഇനി അതിൽ നിന്ന് നമുക്ക് 2ാമത്തെ പൊസിഷനിൽ ഈ ഫോസ്ഫേറ്റ് അങ്ങോട്ട് മാറ്റുക. ഇത് വേണ്ടെന്ന് വെക്കുക, മാറ്റി അതിനെ 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആക്കി മാറ്റുന്നു. സോ അപ്പോൾ ഇവിടെ എൻസൈം ഫോസ്ഫേറ്റ് മാറ്റലാണ്. ഫോസ്ഫേറ്റ് മാറ്റാനായിട്ട് 2,3-ഫോസ്ഫോഗ്ലിസറേറ്റ് ഫോസ്ഫറ്റേസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക, അല്ലെ? ഫോസ്ഫേറ്റ് മാറ്റാൻ ഫോസ്ഫറ്റേസ്. ആൻഡ് ഇനിയപ്പോൾ പഴയപടി തന്നെ ഇവിടെ 3 ഫോസ്ഫോഗ്ലിസറേറ്റ്, ഈ സംഭവങ്ങളൊക്കെ പഴയപടി ശരിക്കും അതേപോലെ നടക്കും. സോ ഈ ഒരു ഷണ്ട് പാത്ത്, ഈ ഒരു ഓൾട്ടർനേറ്റ് പാത്വേ ആണ് നമ്മൾ റാപ്പാപ്പോർട്ട്-ല്യൂബറിംഗ് സൈക്കിൾ എന്ന് നമ്മൾ പറയും. ആൻഡ് അപ്പോൾ ഇവിടെ ഉണ്ടായ ആൾ ഈസ് 2,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ്. ATP പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരാളായിരിക്കും. എവിടെയാണ് നമ്മളിത് പഠിച്ചത്? നമ്മളിത് പഠിച്ചത് ഫസ്റ്റ് ഇയർ ഫിസിയോളജിയിൽ നമ്മൾ പഠിച്ചു. റെസ്പിറേഷൻ പഠിച്ചപ്പോൾ, ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ പഠിച്ചപ്പോൾ ഹീമോഗ്ലോബിനിൽ നിന്ന് ഓക്സിജൻ വിട്ടുപോകുന്നതിന് ഒരു കാരണമായിട്ട് നമ്മൾ പറഞ്ഞത് 2,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് എന്നാണ് നമ്മൾ അന്ന് പഠിച്ചത്. സോ നമുക്ക് 2,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് വരയ്ക്കാം. ഗ്ലിസറേറ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് 3 കാർബൺ വേണം. 2,3-bis ഫോസ്ഫേറ്റ് ആണ്, അപ്പോൾ 2 ഫോസ്ഫേറ്റ് വേണം. OPO32-. ഇവിടെ H കൊടുക്കാം, ഒരു OPO32- തന്നെയാണ്. ദിപ്പിക്കാം, ഇവിടെ ഡബിൾ ബോണ്ട് O. സോ ഇതാണ് 2,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ്, അല്ലേ? സോ ദിസ് ഈസ് ഫോസ്ഫേറ്റ്. നമുക്കറിയാം 2 ഫോസ്ഫേറ്റ് തൊട്ടടുത്തിരിക്കുകയാണ്. ഫോസ്ഫേറ്റ് ഈസ് ഹൈലി നെഗറ്റീവ്ലി ചാർജ്ഡ് സംഭവമാണ്. ഫോസ്ഫേറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്. ഇനി RBC നമുക്ക് നോക്കിയാൽ 2 ആൽഫ ചെയിൻ ഉണ്ട്, അല്ലെ? ആൽഫ ചെയിൻ എന്ന് പറയുമ്പോൾ ആൽഫ 1 ഉണ്ട്, ആൽഫ 2 ഉണ്ട്. 2 ബീറ്റ ചെയിൻ ഉണ്ട്, ബീറ്റ 1 ഉണ്ട്, ബീറ്റ 2. അപ്പൊ നമുക്കിതൊന്ന് വരച്ചു കഴിഞ്ഞാൽ ഇത് ആൽഫ 1 ആണെന്ന് വിചാരിക്കുക, ഇത് ബീറ്റ 1 ആണെന്ന് വിചാരിക്കുക, ഇത് ബീറ്റ 2 ആണെന്ന് വിചാരിക്കുക, ആൻഡ് ദിസ് ഈസ് ആൽഫ 2 ആണെന്ന് വിചാരിക്കുക. ഇതിങ്ങനെ കണക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ 2,3-BPG ഈ 2 ബീറ്റ ഗ്ലോബുലിൻ
ഗ്ലോബിന് ഇടയിൽ ഇവിടെ വന്ന് കയറി, രണ്ട് ബീറ്റ ചെയിന്റെ ഇടയിൽ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് നെഗറ്റീവ്ലി ചാർജ്, ബീറ്റ ചെയിനിലുള്ള ഈ ബീറ്റ ചെയിനുകളിലുള്ള അമിനോ ആസിഡിന്റെ പോസിറ്റീവ് ചാർജ് അമിനോ ആസിഡിൽ ഇത് വന്ന് ഒരു അയോണിക് ബോണ്ട് വഴി ഒട്ടിച്ചേരും. സോ ദിസ് ഇസ് 2,3-BPG ആൻഡ് ദിസ് ഓക്കുപൈസ് ദ സെൻട്രൽ പോക്കറ്റ് ഓഫ് ഗ്ലോബിന്റെ സെൻട്രൽ പോക്കറ്റിൽ വന്ന് ഒട്ടിച്ചേരുമ്പോൾ ഒരു സോൾട്ട് ബ്രിഡ്ജ് ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ 2,3-BPG ഒട്ടിച്ചേർന്നാൽ ഓക്സിജന് ഹീമോഗ്ലോബിനോടുള്ള അഫിനിറ്റി കുറയും. സോ ദിസ് എനേബിൾസ് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഓക്സിജൻ അവിടെ നിന്ന് വിട്ടുപോകും ഓർ ടു അൺലോഡ്. ഈ വർക്ക് അൺലോഡ് ആണ്, അൺലോഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ്. സോ 2,3-BPG ഇവിടെ വന്ന് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഓക്സിജൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. സോ അതാണ് ഗുണം, ഓക്സിജൻ ഹീമോഗ്ലോബിനിൽ നിന്ന് വിട്ടുപോകാൻ കാരണമാകുന്നു. സോ സെല്ലുകൾക്ക് ഓക്സിജൻ കൂടുതൽ ലഭിക്കാൻ ഇത് മൂലം സഹായകരം. സോ 2,3-BPG മൂലം helps to unload oxygen from the hemoglobin to the tissues. So it shifts എങ്ങോട്ടേക്കായിരിക്കും shift the oxygen dissociation curve to the rightലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. So more oxygen is delivered to the tissues. So ഇതിന് വേണ്ടിയിട്ടാണ് RBC ATP വേണ്ടെന്ന് വെച്ചിട്ടും റാപ്പപ്പോർട്ട് ലൂബറിംഗ് സൈക്കിൾ വഴി ഗ്ലൈക്കോളിസിസ് നടത്തുന്നത്. സോ റാപ്പപ്പോർട്ട് ലൂബറിംഗ് സൈക്കിൾ വഴി ഗ്ലൈക്കോളിസിസ് നടത്തിയാൽ ATP ലാഭമല്ല ലക്ഷ്യം, ടിഷ്യൂസിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കലാണ് ലക്ഷ്യം. സോ അപ്പൊ അതിന്റെ ഗുണങ്ങൾ എവിടെയൊക്കെയാണ് നമുക്ക് കിട്ടുക എന്ന് നോക്കാം. ഒരു പ്രധാനപ്പെട്ട ഗുണം ഇൻ അനീമിയയിലാണ്. അനീമിയയിൽ HB കുറവാണെന്ന് വിചാരിക്കുക, ഹീമോഗ്ലോബിൻ കുറവാണ്. അപ്പോ കോമ്പൻസേറ്ററി ഇൻക്രീസ് ഇൻ 2,3-BPG വർദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ സപ്ലൈ ടു ടിഷ്യൂസ് അല്ല, ടിഷ്യൂസിലേക്ക് കൂടുതൽ ഓക്സിജൻ സപ്ലൈ കിട്ടും. 2 ഇൻ ഹൈ ഓൾട്ടിറ്റ്യൂഡ്, ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിൽ നമുക്കറിയാം ഓക്സിജൻ കുറവാണ്. സോ ആ സമയത്തും ഇൻക്രീസ് BPG ഉണ്ടെങ്കിൽ ടിഷ്യൂസിനകത്ത് ഉള്ള ഓക്സിജൻ ടിഷ്യൂസിനകത്തേക്ക് പോകുന്നത് കൂടുതലായിരിക്കും. ദെൻ മൂന്നാമത്തത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിൽ ഇവിടെ ഓക്സിജനൈസേഷൻ, ലങ്സിനകത്ത് ഓക്സിജനൈസേഷൻ കുറവാണ്. അപ്പോൾ ഉള്ള ഓക്സിജൻ കൂടുതലായിട്ട് ടിഷ്യൂസിലേക്ക് കിട്ടാൻ ഇപ്പോൾ നമുക്ക് അവിടെയും ഇൻക്രീസ്ഡ് 2,3-BPG വേണം. സെയിം കണ്ടീഷൻ ഇൻ കാർഡിയാക് ഫെയിലിയർ, ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പുറന്തള്ളുന്നത് കുറവാണ്. ടിഷ്യൂസിൽ ഓക്സിജൻ കൂടുതൽ എത്തണമെങ്കിൽ ഇൻക്രീസ്ഡ് 2,3-BPG വേണം. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലെല്ലാം 2,3-BPG കൂടുതലായിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ദെൻ അടുത്ത കണ്ടീഷൻ ഇൻ ഫീറ്റൽ ഹീമോഗ്ലോബിനിലാണ്. ഫീറ്റൽ ഹീമോഗ്ലോബിനിൽ നമുക്കറിയാം ഇവിടെ 2,3-BPGയോടുള്ള അഫിനിറ്റി കുറവാണ്. BPGയുടെ അഫിനിറ്റി കുറവാണ് ആർക്ക്? ഫീറ്റൽ ഹീമോഗ്ലോബിൻ. സോ അവിടെ കുറവാകുമ്പോൾ എന്ത് പറ്റും? പ്ലാസെന്റയിൽ നിന്ന് അമ്മയുടെ ബ്ലഡ് ഒക്കെ വരുന്ന പ്ലാസെന്റയിൽ നിന്ന് കുട്ടിയുടെ ബ്ലഡിനകത്തേക്ക്, സോ കൂടുതൽ ഓക്സിജൻ അങ്ങോട്ടേക്ക് ഹീമോഗ്ലോബിനിലേക്ക് കയറാൻ ഇത് സഹായിക്കും. ഓക്കെ, അതുമൂലം കൂടുതൽ ഓക്സിജൻ ഫീറ്റസിന് കിട്ടും. സോ ഫീറ്റൽ ഹീമോഗ്ലോബിൻ ഹാസ് മോർ അഫിനിറ്റി ഫോർ ഓക്സിജൻ. അവിടെ നമ്മുടെ 2,3-BPG കയറിയിരിക്കുന്നില്ല. സോ മൊത്തത്തിൽ ഗ്ലൈക്കോളിസിസിൽ നിന്ന് കിട്ടേണ്ട 2 ATP വേണ്ട എന്ന് വെച്ച് ഒഴിവാക്കി റാപ്പപ്പോർട്ട് ലൂബറിംഗ് സൈക്കിൾ വഴി 2,3-BPG ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ, എറിത്രോസൈറ്റ്സിൽ RBCയിൽ ഇത് നടക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.